ഹായ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി കറിയാണ് പച്ച കശുവണ്ടി കറി. കശുവണ്ടി പച്ചയായിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിനായി നമുക്ക് വേണ്ടത് പച്ച കശുവണ്ടിയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വടി കൊണ്ടോ ഒരു തോട്ട കൊണ്ടോ കശുവണ്ടി നമുക്ക് പറിച്ചെടുക്കാം. ശേഷം കശുവണ്ടി ഓരോന്നായി മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ കശുവണ്ടിയുടെ നീര് കയ്യിൽ തട്ടാതെ സൂക്ഷിക്കണം. ഇതിനായി ഒരു തുണിയോ കയ്യുറയോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കശുവണ്ടി അല്പം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ പുറത്തുള്ള തൊലി കളയുവാൻ എളുപ്പമാണ്. തിളപ്പിച്ച ശേഷം തൊലി ഓരോന്നായി അടർത്തിയെടുക്കാം. ഇനി ഇത് കറി വെക്കാനായി റെഡിയാണ്. ഇനി കറി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ വറുത്തരച്ചത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്ത തേങ്ങാക്കൊത്ത് ഈ തിളച്ച എണ്ണയിൽ കിടന്ന് മൊരിയുന്നത് കാണാൻ എന്ത് രസമല്ലേ. നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. എന്ത് ഭംഗി നോക്കിക്കേ. ശേഷം കറിവേപ്പില, ചെറിയ ഉള്ളി ഇവരെല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. നോക്ക്, അവരുടെ കോമ്പിനേഷൻ എന്ത് കളർഫുള്ളാ ഇല്ലേ. ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്ന് വളരെ വർണ്ണാഭമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ തരാൻ പോകുന്നത്. നോക്കിക്കോണേ. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച കശുവണ്ടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചട്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കശുവണ്ടി പകുതി വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ചട്ടി അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി വേവിക്കണം. കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണ്ടേ. ഇതിനായി ഒരു ചെറിയ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കണം. വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ പച്ച കശുവണ്ടിക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ. ടാറ്റ ബൈ, സീ യു.